മാപ്പർഹിക്കാത്ത പെഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ കടുത്ത നയതന്ത്ര മറുപടികളിൽ ഒന്നാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. ജമ്മു കാശ്മീരിൽ നിന്നും ഉദ്ഭവിച്ച് ശ്രീനഗർ വഴി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലം നദി ആ ജലസംഘർഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ജലം നദിക്കരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി. പല കലാപകാലങ്ങൾ, സംഘർഷകാലങ്ങൾ, യുദ്ധങ്ങൾ കണ്ടതാണെങ്കിലും ഈ ജലയുദ്ധം എന്ന വാക്ക് ഏറ്റവും സജീവമായി കേൾക്കുന്നതും അത് പ്രാക്ടിക്കൽ തലത്തിൽ കാണുന്നതും ഒരുപക്ഷെ ഈ കാലത്താവണം നമ്മുടെ തലമുറ. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ തുടർച്ചയിൽ അങ്ങേയറ്റത്തെ പ്രകോപനമില്ലാത്ത കൂട്ടക്കുരുതിക്ക് ആദ്യ മറുപടി എന്നോണം ഒരു നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാവുന്ന രീതിയിൽ രാജ്യം കൊടുത്ത മറുപടിയിൽ, പ്രധാനപ്പെട്ട മറുപടിയിൽ 7 മറുപടികളിൽ ആദ്യ മറുപടി സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്നുള്ളതായിരുന്നു. അത് ഏത് രീതിയിൽ പാകിസ്ഥാനെ ബാധിക്കും എന്നുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ പാക് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ അങ്ങേയറ്റത്തെ പാനിക്കായ പ്രതികരണങ്ങളിൽ ഏത് രീതിയിലാണ് അവരെ അത് ബാധിക്കാൻ പോകുന്നത്. ഉറപ്പായും ബാധിക്കും. അതിന് കാരണം ഈ നദീജല കരാർ കൃഷി പ്രധാന സമ്പദ് വ്യവസ്ഥയെ, പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് മേഖലയുടെ നട്ടലൊടിക്കുന്ന ഒരു തീരുമാനമാകുമെന്ന് ഇതിനോടകം ലോക നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ കൃഷി നശിക്കുമ്പോൾ അവിടുത്തെ ജനത തെരുവിലേക്ക് കൂട്ടം കൂട്ടമായി ഇറങ്ങി ഒരുപക്ഷെ അത് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പോകുന്ന ശക്തിയാകുമെന്ന് അവിടുത്തെ ഭരണകൂടം ഭയക്കുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആണവായുധ ഭീഷണി. ബിലാവൽ ഭൂട്ടോ പറയുന്ന പോലെ സിന്ധു നദിയിൽ ഒന്നുകിൽ ജലമൊഴുകും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോരയൊഴുകും എന്നൊക്കെ അതിരുകടന്ന പ്രസ്താവനകളൊക്കെ ഉണ്ടാകുന്ന അവിടുത്തെ ജനത്തെ സമാധാനിപ്പിക്കാൻ കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജലം നദിയുടെ കരയിലാണ്. ഇത് ബാരാമുള്ളയിലെ ഉറി മേഖലയിലാണ് ഈ നദി ഇപ്പോൾ ഒഴുകിപ്പോകുന്നത്. ഇത് ജമ്മു കാശ്മീരിലെ വർണാഗ് സ്പ്രിങ്സിൽ നിന്നും ഉത്ഭവിച്ച് അത് പീർപ്പഞ്ചാൽ മേഖലയിലൂടെ ഒഴുകി ശ്രീനഗറിലൂടെ ഒഴുകി ഇതിങ്ങനെ ജലമായി രൂപാന്തരം പ്രാപിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്ന് വിട്ടതിനെ തുടർന്ന് അവിടുത്തെ പാക് അധീന കാശ്മീരിലെ കുറേയധികം മേഖലകൾ വെള്ളത്തിൽ മുങ്ങുകയും ഒരുപാട് ലൈഫ് സ്റ്റോക്കുകൾക്ക് നഷ്ടമുണ്ടാവുകയും ഒരുപാട് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇവിടെ മഴ അധികമായതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാം തുറന്നു വിട്ടതാണ് എന്നതാണ് നമ്മുടെ അതിനുള്ള പ്രതികരണം. സാധാരണ ഡാം തുറന്നു വിടുമ്പോൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. ഇക്കുറി മുന്നറിയിപ്പ് കൊടുക്കാത്തതിന് കാരണം ആ മുന്നറിയിപ്പ് കൊടുക്കുന്നത് സിന്ധു നദീജല കരാറിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ്. ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോയാൽ, ആ കരാർ റദ്ദാക്കിയാൽ മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ബാധ്യത നമുക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ജലം നദി വരാൻ പോകുന്ന രാഷ്ട്രീയ ദിവസങ്ങൾ, വരാൻ പോകുന്ന ഒരുപക്ഷെ സംഘർഷത്തിന്റെ ദിവസങ്ങളിൽ ഈ ജലം നദി കൂടുതൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാര്യം ഒരുപക്ഷെ ഒരു തുള്ളി ചോര ചിന്താത്ത അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഏതെങ്കിലും തരത്തിൽ സൈനിക നടപടി നടത്താത്ത, എന്നാൽ ഏറ്റവും കൂടുതൽ അയൽ രാജ്യത്തിന് ശത്രു രാജ്യത്തിന് ആഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായി തന്നെ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിന് കാണുന്നുണ്ട്. അതിന്റെ 4 പ്രധാനപ്പെട്ട ഇൻഡസ് റിവർ ബേസിനിൽ ഈ കരാർ ഉൾപ്പെടെ 4 പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് ഈ നദി. ഈ നദിയിൽ കൂടി ഒഴുകുന്ന വെള്ളം പാകിസ്ഥാന് ഒരുപാട് മേഖലയ്ക്ക് ജലം നൽകുന്ന വെള്ളമാണ്. അപ്പോൾ ഈ കരാർ റദ്ദാക്കൾക്ക് കൂടുതൽ അത് പ്രാക്ടിക്കൽ ആവുകയും കൂടുതൽ അതിന്റെ ആക്ഷനിലേക്ക് വരുമ്പോൾ ഈ നദി രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ബാരാമുള്ളയിലെ ഉറിയിലുള്ള ജലം നദിക്കരയിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനും ബൽറാം നെടുങ്ങാടിക്കുമൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.